ഇത് കണ്ടിട്ട് ഇൻട്രോ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ കുറേ നല്ലതായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് ഇതന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെറിയൊരു റെനോവേഷൻ വർക്ക്, ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റെനോവേഷൻ വർക്കായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഭയാനകത ഇത്ര ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ഒരു ആളിനെ ഇതുപോലെ കൺസൾട്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓപ്പൺ ഇത് PVC-യുടെ ആ ഒരു ഇത് ചേഞ്ച് ചെയ്തിട്ട് വുഡൻ ആക്കണു, ആ ഒരു ഇതാണ്. അപ്പൊ ആള് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാം എന്നൊക്കെയാ പറഞ്ഞത്. മാക്സിമം അവരതിനെ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു വീട്ടില് ഒരു പണി നടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. നമ്മള് ഫാമിലി ആയിട്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ കുറെ ആവശ്യമില്ലാത്ത കുറച്ച് നാശമായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ എൻ്റെ അങ്ങനത്തെ കുറച്ച് ഒരു PVC ഡോർസ് ഒക്കെ ഉള്ളിൽ നിന്ന് ഇതായി ഉണ്ടായിരുന്നു, ഇളകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വാർഡ്രോബ് ബാക്ക് സൈഡിലൊക്കെ കുറച്ച് പൊട്ടി, അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ പോയി, റീയൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ അവർ ഒരു ദിവസം ഒരു വീക്കെൻഡിൽ വന്നിട്ട് അതെല്ലാം, അപ്പം ഈ ഒരു സ്റ്റഡി ടേബിൾ മീൻസ് മിററുള്ള ഡ്രസ്സിങ് ടേബിള്, അതും ആ ഡോർ അടയ്ക്കാനും തുറക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേറൊരു സ്പേസിൽ നമുക്കൊരു സ്പേസ് അധികം എടുക്കാത്ത രീതിയിലൊരു ഡ്രസ്സിങ് ടേബിൾ വേണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്ലാനിൽ അത് വന്നു. പെട്ടെന്നൊന്നും വീട് വേറെ ഒരു വാങ്ങുന്നതോ അല്ലെങ്കിൽ റെന്റിന് പോകുന്നതൊന്നും പെട്ടെന്നൊന്നും പ്രാക്ടിക്കൽ അല്ലാന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തത്. ഉള്ള വീട് കുറച്ചും കൂടി സ്പേസ് സേവ് ചെയ്യാം, ആവശ്യമില്ലാത്ത കുറേ ഫർണിച്ചർ വാങ്ങിച്ചു എന്നുള്ളത് എന്നെ കുറിച്ച് പൊതുവേ ഉള്ളൊരു പരാതിയാണ് എല്ലാവർക്കും. അപ്പോൾ അതും കുറച്ച് മാറ്റി ഇപ്പൊ നമുക്ക് കുറച്ചു കാലം നല്ല രീതിയിൽ ഒരു സ്പേഷ്യസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എവിടെയാണെങ്കിലും താമസിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു മേക്ക് ഓവർ. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് 4 പേർക്കാണെങ്കിൽ കറക്റ്റാണ്. ഒരു എക്സ്ട്രാ ഒരു 2 ആൾക്കാർ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് അതിനും ഒരു പ്ലാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പൊ പെട്ടെന്നൊന്നും നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പം അവര് പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡാണ് ഓരോ റൂം ചെയ്യാമെന്ന് പറഞ്ഞത്. ജസ്റ്റ് അവരെല്ലാം കൊണ്ടുവരും. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അളവെടുത്തിട്ട് മുറിച്ചിട്ടൊക്കെ ചെയ്യേണ്ട പണിയായതുകൊണ്ട് റൂം ഫുൾ അവർക്ക് വിട്ടുകൊടുക്കണം. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ ആ റൂമില് വർക്ക്, ഈ ഒരു റൂമിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു 2-3 ദിവസം കൊണ്ട് ഈ ഒരു ഭാഗത്തിലാക്കി തന്നു. നമ്മളിവിടെ മെയിനായിട്ട് കുട്ടികളുടെ റൂമിൽ എപ്പോഴും നമുക്ക് സ്പേസ് ആവശ്യമാണ്. അപ്പൊ അവിടെയുള്ള ആ ഒരു ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്ലൈഡിങ് ആക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളർ തീമില് നമ്മൾ ഇപ്പൊ ഇത് ഫുള്ളായിട്ടില്ല ശരിക്ക്, അത് അതിന് ശേഷം നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. ഇത് ജസ്റ്റ് അവർ ആ ഒരു 2-3 ഡേയ്സ് കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ട് പോയത്. കട്ടിലൊക്കെ അഴിച്ചു വെച്ചു. ഈ റൂമിലേക്ക് ആരും വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ മറ്റേ റൂമിൽ നിന്നു 4 പേരും. പിന്നെ ഈ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ആ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സും ഒക്കെ എനിക്ക് തീരെ കളയാനോ അല്ലെങ്കിൽ മാറ്റാനോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതങ്ങനെ തന്നെ വെച്ചു. ഇത് അഡ്ജസ്റ്റ്മെന്റിന്റെ അങ്ങേറ്റം എന്ന് പറയുന്ന പോലെയായിരുന്നു. ഈ ഒരു റൂം കഴിഞ്ഞ നെക്സ്റ്റ് റൂം, അത് കഴിഞ്ഞിട്ട് അടുക്കള, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ സെക്കൻഡ് ഈ റൂമും അടുക്കളയും ചേർത്ത്, അതായത് രണ്ടും ഒന്നിച്ച് തന്നെ അവർ പണി തുടങ്ങി. അതുകൊണ്ട് എൻ്റെ അടുക്കള പൂട്ടേണ്ടി വന്നു. നമ്മള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ പണി നടക്കാൻ പോകുന്നതുകൊണ്ട് ഓൾറെഡി AC, മേസിയുടെ സ്റ്റെബിലൈസർ, CCTV-യുടെ ഒക്കെ ഞങ്ങളുടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്, ഫ്ലാറ്റിന്റെ ടോട്ടല്. അപ്പൊ അതെല്ലാം മൂടി കുറച്ച് സെക്യൂർ ചെയ്ത് വെച്ചു. TV എല്ലാം മൂടിയിട്ടു. സോഫ ഫാബ്രിക് ആയതുകൊണ്ട് ഉള്ള ബെഡ്ഷീറ്റുകളെല്ലാം ആവശ്യമില്ലാത്തതും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഒരുവിധം തിങ്സ് എല്ലാം പിന്നെ ഹാളിലും മറ്റേ റൂമിലും ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പണി ഏകദേശം കഴിഞ്ഞ ഈ റൂമില് ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിലാണ് കുറെ കാലം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല കുട്ടികൾക്ക് പഠിക്കാനോ. ആ സമയത്ത് അവർക്ക് എക്സാമും ആയിരുന്നു, ഫസ്റ്റ് മിഡ് ടേം എക്സാം ആ സമയത്തായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്നും ശരിക്കൊന്നും പഠിക്കാനോ അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. നമ്മൾ ഓൾറെഡി അങ്ങോട്ട് ചെയ്തും പോയി. പിന്നെ നമുക്ക്
അവരോട് വേണ്ടാന്നൊന്നും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ശരിയാവണില്ല എന്നൊന്നും നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് കിച്ചന്റെ ഈ ഒരു ഭാഗം ഓൾറെഡി ആ ഡോറ് പൊട്ടിയിരിക്കുന്നു ഒരു വർഷമായിട്ട്. നമുക്ക് അതും ഒരു ചെറിയൊരു മേക്ക് ഓവർ, ഇത് പൂർണ്ണമായിട്ടും വേറൊരു ഇതിൽ മാറ്റുന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു ഭാഗമൊന്നും ഒന്നും ചെയ്യണില്ല, ഈ ഒരു റൈറ്റ് സൈഡിൽ മാത്രം ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് കിച്ചണിലേക്ക് മാറ്റണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്തു തരും. അങ്ങനെയായിരുന്നു. പക്ഷെ വൺസ് സ്റ്റാർട്ടഡ് പിന്നെ അതിലേക്ക് ഒരു എൻഡ് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് കഴിയണ വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കുറേ വിഷമങ്ങൾ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ക്യാഷും പേ ചെയ്തു. അവര് തിങ്സ് ഒക്കെ നമ്മുടെ കാർ പാർക്കിൽ കൊണ്ടുവച്ച് അവിടെ നിന്നാണ് ഇങ്ങനെ എടുത്തുവിട്ട് ഓരോ റൂമിലും കറക്റ്റായിട്ട് വന്നിട്ട് പണി ചെയ്യണ്ടായിരുന്നത്. വീക്കെൻഡ്സിൽ മാത്രം നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീക്കെൻഡ്സിൽ എങ്ങോട്ടും പോകാനോ അനങ്ങാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ മാക്സിമം റൂമിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുക. പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് ഇട്ടിട്ട് വരും. കുട്ടികളാണെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കണം. അവർക്ക് ട്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഓൺലൈൻ ട്യൂഷനൊക്കെ. അപ്പൊ രണ്ടുപേരും ഒരു റൂമിലിരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അങ്ങനെ ഒരു മാസത്തിന് മേലെ ആയി ഒരുവിധം കഴിയാൻ. എന്നിട്ടും ഇപ്പോഴും ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മളൊരു സമാധാനമായത്. പക്ഷെ ഇനി നമുക്കൊരു പ്ലാൻ ഉള്ളത് പെയിന്റ് അടിക്കണം. അപ്പൊ അതിനി വേറൊരു സ്ട്രഗിളാണ്. അപ്പൊ ഇതിനെ ഒന്നിച്ച് തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വീക്കില് ഫുള്ള് ആള് വേണം. അതായത് വീക്കെൻഡ്സിലൊന്നും നമുക്ക് ഈ പണി നടക്കുന്നതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റില്ല. പണി ഫുൾ ഫിനിഷ് ചെയ്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആ പെയിന്റിങ്ങും കൂടി കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞ ഒരു റെനോവേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഹാളിൽ നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അത് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എപ്പോഴായാലും നമുക്ക് നമ്മൾ താമസിച്ചിരിക്കണ ആ ഒരു വീട്ടിൽ തന്നെ കുറെ കാലം നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്ന് തോന്നുമല്ലോ. നമ്മള് ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. ഞാൻ അങ്ങനെയാണ് എനിക്ക് സമാധാനത്തിനും സന്തോഷത്തിനും ചെയ്യാറ്. ഇങ്ങോട്ട് ഇടും, ചിലപ്പോൾ കിഴക്കോട്ട് തിരിച്ചിടും, പടിഞ്ഞാട്ട് തിരിച്ചിടും എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ ഈ ഒരു റെനോവേഷൻ, ഞങ്ങൾ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. അപ്പോൾ എന്തായാലും ഈ ഒരു റിനോവേഷൻ ചെയ്യണമായിരുന്നു. അതിന് കുറച്ച് ലേറ്റായി എന്ന് മാത്രം. ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കിടക്കലും ഉറങ്ങലും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പിന്നെ വീഡിയോ ഇട്ടാലല്ലേ നിങ്ങൾക്കും അത് മനസ്സിലാവുള്ളൂ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോണേന്നുള്ളത്. പിന്നെ ഇത് പണിയൊക്കെ ഒരുവിധം ആ ഒരു റൂമിലത്തെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു. ഈ ഒരു സെറ്റപ്പിലാണ് റൂമിന്റെ ഒരു ഭാഗം വന്നേക്കണേ. പിന്നെ നമുക്ക് ഇനിയുള്ള ഒതുക്കലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഞങ്ങൾ സാധനങ്ങൾ മുഴുവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു റൂമിലെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിലെ സാധനങ്ങൾ മറ്റേ റൂമിലും പകുതി സാധനങ്ങളും കാറിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് സ്റ്റോർ ചെയ്യാറ്. കാരണം ഡസ്റ്റ് തീരെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കാറിലാവുമ്പോൾ കാർ എടുക്കാറേ ഇല്ല, അപ്പൊ കാർ അങ്ങനെ സേഫ് ആയിട്ടിരിക്കും. പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് ആ ഒരു വുഡ് വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിലേ അല്ലായിരുന്നു. അതിനാണ് നമുക്ക് ഹെൽപ്പിന് അർബൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഹോം ക്ലീനിങ് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ വേണമെങ്കിൽ കിച്ചൺ, അല്ലെങ്കിൽ ഹോൾ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്തു. ഒരു സാറ്റർഡേ വന്നു. ഒരു 4 മണിക്കൊക്കെ തുടങ്ങിയത് 8:30-9 മണി വരെ ഉണ്ടായിരുന്നു. 2 ബാത്റൂമും ഹാളും കിച്ചണും. റൂം പിന്നെ അപ്പം നമ്മൾ ക്ലീൻ ചെയ്യണ്ടായിരുന്നു കിടക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞപ്പോൾ വന്നിരിക്കണേ. ഇനി ടോട്ടൽ റിസൾട്ട് അല്ലെങ്കിൽ ഓരോരോ റൂമിന്റെ ആയിട്ട് വീഡിയോസ് എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ മാറ്റം വന്നേന്നുള്ളത് അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ഇടാം. അപ്പോൾ ഇതൊക്കെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് ബാക്കി വന്ന സാധനങ്ങളാണ്. കുറേ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു കേട്ടോ, കുറേ നമ്മൾ കളഞ്ഞു, കട്ടിലിന്റെ പൊസിഷനൊക്കെ മാറ്റി. ഇത് അർബൻ കമ്പനിയിൽ നമ്മളെ 6 മാസം കൂടുമ്പോഴൊക്കെ ബാത്റൂം ക്ലീനിങ് ചെയ്യാറുണ്ട്. നല്ല സർവീസാണ് അവരുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തടുത്ത വീഡിയോസ് കാണാനും മറക്കരുത്. നമുക്ക് അടുത്തതിൽ കാണാം.